മട വീഴുന്നതിൻ്റെ ദൃശ്യം, അതിൻ്റെ ആദ്യ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ മട ഇടാനായിട്ട് പോകുന്ന വലിയൊരു ഭഗീരഥ പ്രയത്നത്തിലാണ് ഇന്നിവിടുത്തെ കർഷകർ. പ്രത്യേകിച്ച് വെച്ചൂരത്തെ ഏറ്റവും മികച്ച കാർഷിക സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന അരീപുറം പോലുള്ള പാടശേഖരങ്ങൾ ഒരുപക്ഷെ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാരണം സാധാരണഗതിയിൽ ഒരു മട വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് പോകുമായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നടത്തുന്നത്. മണ്ണ് ഇതെല്ലാം മൺചാക്കുകൾ നിറച്ചിരിക്കുകയാണ്. ഈ വള്ളത്തില് കട്ട കയറ്റാണ് വെള്ളം പാലത്തിന്റെ അടിവഴി പോകുന്നതാണ്. ഈ വെള്ളം പാലത്തിന്റെ അടിവഴി കട്ട എടുക്കണം. അപ്പൊ നമുക്ക് പണി എളുപ്പമുണ്ട്, അവിടത്തേക്ക് വെട്ടണ്ട. ഇന്നലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അച്ഛനകം പാടശേഖരം മട വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന 2 പാടശേഖരങ്ങൾ മട വീഴുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അച്ഛനകം പാടശേഖരത്തെ തൊട്ട് കിടക്കുന്നതാണ് മറ്റൊരു 110 ഏക്കറാണ് വലിയ വെളിച്ചം പാടം. അത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് കിടക്കുന്നതാണ് അരിപുറം പാടശേഖരം. മറ്റ് 2 എണ്ണവും ഫില്ലായി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടേക്കുള്ള ആ ബണ്ടുകൂടെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താമസമുണ്ട്. നോക്കുക, ഇതാണ് ഇവിടുത്തെ ഏകദേശം 60 ദിവസം പ്രായമായ നെൽച്ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇത് സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമാണ് നമ്മളിനി പോയ മട വീണ്ടും ഇടാൻ പോവുകയാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സംരക്ഷിച്ചാൽ മാത്രമേ ഇതിപ്പോൾ ഒരുപക്ഷെ കർഷകരുടെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കർഷകരോട് തന്നെ അതിനെ സംബന്ധിച്ചിട്ട് ഒന്ന് ചോദിക്കാം. ഇതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ച് തരുന്നതിനായിട്ട് കിസാൻ സഭയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവുള്ള ശ്രീ ചന്ദ്രബാബു ഉണ്ട്. എന്നാൽ അത് അതിനെ സംബന്ധിച്ചിട്ടൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം 3 ദിവസമായി കർഷകരെ നിരന്തരം ഈ 3 പാടശേഖരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ പാതയിലാണ്. നിരവധി കർഷക തൊഴിലാളികൾ, നില ഉടമകൾ തുടങ്ങിയവർ അഹോരാത്രം 2-3 ദിവസമായിട്ട് ഈ പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. എന്നിരുന്നാലും ആദ്യത്തെ പാടമായിട്ടുള്ള അച്ഛനകവെട്ടൊന്നിൽ കുറച്ച് ആൾക്കാരുടെ അലംഭാവം കാരണം ആ പാടം നശിക്കുകയും ആ പാടത്തു നിന്ന് വെള്ളം കവിഞ്ഞ് അടുത്ത പാടത്തേക്ക് വരികയും അവിടുന്ന് ഇപ്പോൾ 3ാമത്തെ പാടമായിട്ട് അരികുപുറം സംരക്ഷിക്കുന്നതിനുള്ള തീവ്ര പ്രയത്നത്തിലാണ്. വെളുപ്പിന് 4 മണി മുതൽ തന്നെ കർഷകർ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഒരുവിധം ആ പാടശേഖരത്തിലെ കവിച്ചിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പാടത്തെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലാണ് കർഷകർ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. അതിനൊപ്പിച്ചാണ് ഇപ്പോൾ ഈ 75ഓളം വരുന്ന കർഷകരും കർഷക തൊഴിലാളികളും നിലമുടമ താമസക്കാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പം നിലം ഏതാണ്ട് 2ാം വളം കഴിഞ്ഞു, 2ാം കള എടുപ്പ് കഴിഞ്ഞു. ഏതാണ്ട് 30,000 രൂപയ്ക്ക് മേലിൽ 1 ഏക്കറിന് മുടക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് ഈ പാടം ഈ പറയുന്ന 112 ഏക്കർ നശിച്ചാൽ തന്നെ 2 കോടി രൂപയുടെ നഷ്ടം ഈ പാടശേഖരത്തിൽ തന്നെ ഉണ്ടാകും. അതുകൂടാതെ തന്നെ ഈ പാടം നശിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 50-ഓളം വീട്ടുകാർ തന്നെ ഈ പാടത്തിൻ്റെ വിവിധ കരകളിൽ താമസിക്കുന്നുണ്ട്. അവരുടെ താമസം ദുഷ്കരമാകും. ഈ കൊറോണ കാലത്ത് അവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ 2 ദിവസം ചൊവ്വാഴ്ച മഴ അവസാനിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത്. അതുകൊണ്ട് ഭാരമായിട്ട് ഇന്ന് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറച്ച് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഈ പാടം അഡീഷണൽ ഇഞ്ചം വെച്ചുകൊണ്ട് നമുക്ക് പറ്റിച്ചെടുത്ത് ഈ പാടങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കർഷകർ. അത് ഫലപ്രാപ്തമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു അണ്ണാ. ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം കൂടിയാണ്. പരോക്ഷമായിട്ട് 60ഓളം കുടുംബങ്ങൾ ഇതിന് ചുറ്റുപാടുമായിട്ട് താമസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് മട കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും വീണ് കഴിഞ്ഞാൽ ഇവരെ മാറ്റിപ്പറിപ്പിക്കേണ്ടി വരിക, പുനരധിവസിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഈ കൊറോണ കാലത്തൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൂടിയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. നമ്മൾ പരോക്ഷമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തനം കൂടിയാണ് നടത്തുന്നത് വേണം പറയാനായിട്ട്. നമ്മൾ പാടശേഖരം മട വീണ ഇടത്ത് എത്തിയിരിക്കുകയാണ്.
സകല സന്നാഹവുമായിട്ട് കർഷകരെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ വന്ന് കടന്നുപോയ ഇടമാണിത്. അക്ഷരാർത്ഥത്തിൽ ഒരു പാടം മട വീഴുന്ന കാഴ്ചയാണിത്. നോക്കുക. ഒരു പാടം മട വീണിരിക്കുകയാണ്. കർഷകൻ അതിനെ നേരിടാൻ പോവാണ്. അവർ ഒരു അടക്കാമരം കൊണ്ടുവന്ന് നേരെ വട്ടം വെച്ചു. നല്ലൊരു കുറ്റി അവിടെ പോയി. ഒരു മടവീഴ്ചയും മടയിടുകയും ചെയ്യുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ്. ഇവിടെ വെക്കണോ എല്ലാവരും ഇതാണ് പാടത്തിൻ്റെ മടവീഴ്ച. അതിൻ്റെ പൂർണ്ണതയിലാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു വളരെ ക്ഷമയോടെ ഇതിൻ്റെ ഓരോ സൈഡും കൃത്യതയോടെ ചെയ്തു പോരാനായിട്ടുള്ള പുറപ്പാടിലാണ്.
പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞത് അവർ കൊണ്ടുവന്ന അത്രയും തെങ്ങും കഷ്ണങ്ങളും അടക്കാമരവുമെല്ലാം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഇത്രയും ഭാഗം സംരക്ഷിച്ചപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വലിയ അളവിൽ ഇത്തരം കഷ്ണങ്ങൾ ആവശ്യമാണ്. കൊണ്ടുവന്ന മൺചാക്കുകൾ തടഞ്ഞിട്ടുള്ള കഷ്ണങ്ങൾക്ക് ഇപ്പുറം വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുകയാണ്. ഇവിടുത്തെ നീക്കങ്ങൾ നമുക്ക് നോക്കാം. വരല്ലേ സാധനം ഇവിടെ കൊണ്ടുവരല്ലേ? ഒഴുകുന്നത് മീനച്ചിലാറിൻ്റെ കൈവഴിയായിട്ടുള്ള കൈപ്പുഴയാറാണ്. എന്തായാലും ഈ ഒരു ഏരിയ അവർക്ക് ബലപ്പെടുത്തി നിർത്താനായിട്ട് കഴിഞ്ഞു. ഇതാ നോക്കുക, അതാണ് ശ്രദ്ധിക്കുക. അവർ ഓരോ ഏരി നാട്ടിയതിന് ശേഷം ഇവരുടെ കൈവശമുള്ള ഏറ്റവും നീളം കൂടിയ കഷ്ണം കൊണ്ടുവന്നിട്ട് അതിനെ ക്രോസ് ചെയ്യാൻ പോവാണ് ഇനി. ഫേസ്ബുക്കിൽ ഞാനിത് ലൈവായിട്ട് കൊടുത്തിരുന്നു. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെച്ചൂര് എന്ന ഗ്രാമത്തിലെ ഒരു പാടശേഖരത്ത് മട വീഴുന്ന കാഴ്ചയാണ്. മടവീഴ്ച എന്താണെന്ന് ഈ പ്രദേശവുമായി അടുത്ത് പരിചയമില്ലാത്തവരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത്
ഒന്നോ രണ്ടോ ലോകത്ത് അത്തരം സ്ഥലങ്ങൾ ഒഴികെ നെതർലാൻഡ് പോലുള്ള ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ ഒഴികെ കുട്ടനാട് ഒഴിച്ച് മറ്റ് എല്ലായിടത്തും സാധാരണയായി കൃഷിക്ക് വെള്ളം കയറ്റുകയാണ് ചെയ്യുന്നത്. പമ്പ് ചെയ്താണ് വെള്ളം എടുക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അത് ജലനിരപ്പിനും 1.5 മീറ്റർ 2 മീറ്ററോളം താഴെയാണ് ഈ കൃഷിനിലം എന്നതാണ് അതിൻ്റെ സവിശേഷത. അതുകൊണ്ട് ഇവിടെ കൃഷിക്ക് മണ്ണ് പാകപ്പെടുത്തുന്നത് കൃഷി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം തോട്ടിലെ വെള്ളം ഇതിനകത്തേക്ക് സ്വാഭാവികമായിട്ടും കയറ്റി വിട്ടതിന് ശേഷം ഈ വെള്ളം പമ്പ് ചെയ്ത് വെളിയിൽ കളഞ്ഞിട്ടാണ് കൃഷിക്ക് പാകപ്പെടുത്തുന്നത്. അപ്പോഴേക്കും കൃഷി ഇവിടെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്ത് തോടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന 1.5 മീറ്റർ ഹൈറ്റിലായിരിക്കും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുറംബണ്ട് കെട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ മട കെട്ടിക്കൊണ്ടാണ് ഈ കൃഷി ഈ ഭൂമിയെ കുട്ടനാട് ഭൂമി ഉപയോഗപ്പെടുത്തുന്നത്. അത് ശരിക്കും വേമ്പനാട്ടുകാലിൻ്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത്. അതിങ്ങനെ മട കെട്ടി വളച്ചുകൊണ്ടാണ് അത് സംരക്ഷിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതിശക്തമായ ഇതേപോലുള്ള കാലവർഷത്തിൽ ഈ വെള്ളത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഏതെങ്കിലും ഈ ബണ്ടിൻ്റെ അല്ലെങ്കിൽ മടയുടെ ദുർബലമായ പ്രദേശത്ത് വിള്ളലുണ്ടാവുകയും അവിടെ മുഴുവൻ ഒന്നോടെ അകത്തേക്ക് പോവുകയും ചെയ്യും. അകത്തേക്ക് വെള്ളം കൊണ്ട് തള്ളി അങ്ങോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് മടവീഴ്ച എന്ന് പറയുന്നത്. ഇതാണ് മടവീഴ്ച എന്ന വാക്കുകൊണ്ടും പ്രയോഗം കൊണ്ടും അർത്ഥമാക്കുന്നത്. ഞാനത് എടുത്തു പറയാൻ കാരണം ഇന്നലെ ഞാൻ ലൈവിൽ വന്ന് മടവീഴ്ചയെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ തുടക്കം ഞാൻ കാണിച്ചപ്പോൾ പലരും മടവീഴ്ച എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള അജ്ഞതയോട് പറഞ്ഞിരുന്നു. ചോദിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് മടവീഴ്ച. നോക്കുക, അവരെന്തായാലും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെല്ലാം ഇതേപോലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, അവിടെയൊക്കെ ആൾക്കാർ ഇതേപോലെ തന്നെ കർഷകരോടൊപ്പം തന്നെ കർഷകർക്ക് നേതൃത്വം കൊടുക്കുന്നവരുമുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കിസാൻ സഭയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ചന്ദ്രബാബു പുളിന്തറയിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസിയായിട്ടുള്ള മറ്റ് ചന്ദ്രബാബു, മറ്റ് കർഷകരും എല്ലാവരും കൂടെ സംഘടിച്ചുകൊണ്ടാണ് ഒരു പരിധി വരെ ആദ്യ ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. വേരി നാട്ടി ക്രോസായിട്ട് കഷ്ണങ്ങൾ നാട്ടി കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ഓല മടൽ മുറിച്ച് പ്രതിരോധിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഉയരവും ഹൈറ്റും നമുക്കൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കുക. ഇത്രത്തോളം ഇത് വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. എന്താ, ഇത്രത്തോളം വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഏകദേശം ഒരു 3/4 മീറ്ററോളം വെള്ളം ഹൈറ്റിലാണിപ്പോൾ ഈ ബണ്ടുമായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഈ ചിറയിൽ തന്നെ
ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം ബലപ്പെടുത്തിയതിന് ശേഷം ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന ചാക്കിൽ നിറച്ച മൺചാക്കുകൾ വള്ളത്തിൽ നിന്ന് നിരത്തി ഇപ്പുറത്തേക്ക് വെക്കാൻ പോവാണ്. മൺചാക്കുകൾ അട്ടിയിടിയാണ്. നീരൊഴുക്കിൻ്റെ ശക്തി ഇവിടെ കുറഞ്ഞിട്ടുണ്ട്.